അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഒരു സമയം നമ്മൾ പഠിക്കാനായി മാറ്റിവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറ, അതിൻ്റെ 47 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് 88 ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 89, 90 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കൃത്യമായി പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 89, 90 ആയത്തുകളിലേക്ക് കടക്കുമ്പോൾ ഇതിനു മുമ്പുള്ള ആയത്തുകൾ നമുക്കൊന്ന് ഓതി നോക്കി ഇന്ന് പഠിക്കാനുള്ള ഭാഗങ്ങൾ ചെറിയ രൂപത്തിലെങ്കിലും വിശദീകരിക്കാം. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون ولقد آتينا موسى الكتاب وقفينا من بعده بالرسل
وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما أفكلما جاءكم رسول بما لا تهوى أنفسكم بما بما لا تهوى أنفسكم بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. അപ്പോൾ ഈ 88 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 89 90 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ 89 90 ഈ ആയത്തുകൾ നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. അതിനുശേഷം അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകാം. ولما جاءهم كتاب من عند الله, അവിടെ മിൻ ഇന്ദില്ല എന്നാണ് കേട്ടോ, മി എന്നല്ല മിൻ. ولما جاءهم كتاب من عند الله مصدق لما معهم ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. بئس ما اشتروا به أنفسهم أن يكفروا بما بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. ഓക്കെ, അപ്പോൾ 89 90 ആയത്തുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്.
ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്നുകൂടി അതിൻ്റെ ഭാഗങ്ങൾ, തെറ്റ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൂടി ഓതാം. വലമ്മ ജാഅഹും, വലമ്മ, ഉമ്മ അവിടെ ശബ്ദുണ്ട്, പിന്നെ ജാ അവിടെ മദ്ദുണ്ട്. അപ്പൊ അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. വലമ്മ ജാഅഹും, ഓതണേ കൂടെ ഓതാൻ നോക്കാം. ولما جاءهم كتاب من عند الله. പിന്നെ മുസദ്ദിഖുൻ, മുസദ്ദിഖല, മുസദ്ദിഖല, മുസ അല്ല മുസ, മുസ, മുസദ്ദിഖുൻ ലിമാ മഅഹും. മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബൽ, മിൻ ഖബൽ, മിൻ ഖബ്, ബ്, മിൻ ഖബൽ അല്ല മിൻ ഖബൽ, ബ്, ബ് എന്നാണ് വ്യക്തമായിട്ട്. മിൻ ഖബൽ എന്ന് പറയാൻ പാടില്ല, മിൻ ഖബൽ. യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, യസ്തഫ്തിഹൂന, യസ്തഫ്തിഹൂന, യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ. فلما جاءهم ما عرفوا، فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. ഓക്കെ, അപ്പൊ 89-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി അതിന്റെ അർത്ഥം പറയണം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബനൂ ഇസ്രായേലരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അല്ലെ. ഓരോ കാര്യങ്ങൾ, അവരുടെ പല ചരിത്രങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞു 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 പോവുകയാണ്. അതോടൊപ്പം തന്നെ ആ ബനൂ ഇസ്രായേൽ പെട്ടവരാണെന്ന് അവകാശപ്പെടുന്ന യഹൂദന്മാർ, അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുള്ള ജൂതന്മാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങൾ കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അത് സ്വീകരിക്കാത്തൊരവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കണം. അവരതിനെ സ്വീകരിക്കുന്നില്ല. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ആയത്ത് വിശദീകരിക്കുമ്പോൾ നമ്മളിതിനു മുമ്പ് ആവർത്തിച്ച് പറഞ്ഞതാണ് ബനൂ ഇസ്രായേലരായ ആളുകൾ ആരാണ് എന്നുള്ളത്. പ്രവാചകനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവർക്കാണ് ബനൂ ഇസ്രായേൽ എന്ന് പൊതുവെ പറയാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകൾ, അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ശരിക്ക് യഹൂദ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, യഹൂദ. അയാളുടെ മക്കളിലേക്ക് ചേർത്തുകൊണ്ടാണ് യഹൂദന്മാർ എന്ന് പറയാം. യഹൂദന്മാരെല്ലാവരും ബനൂ ഇസ്രായേലരാണ്. നേരെ ശ്രദ്ധിക്കുക, എല്ലാ യഹൂദന്മാരും ബനൂ ഇസ്രായേലരാണ്. എന്നാൽ എല്ലാ ബനൂ ഇസ്രായേലരും യഹൂദന്മാരല്ല, അഥവാ യഹൂദയുടെ മക്കളല്ല, അല്ലാത്തവരുടെ മക്കളും ഉണ്ട്. ബനൂ ഇസ്രായേലിൽ യഹൂദ മാത്രമല്ല മകനായിട്ടുള്ളത്, അല്ലാത്ത മക്കളുണ്ട്. അവരിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടും ആളുകളുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. എന്താണ് അറിയിക്കുന്നത്? വലമ്മാ ജാഅഹും, ലമ്മാ ജാഅഹും, ജാഅ എന്ന് പറഞ്ഞാൽ വന്നു, ജാഅഹും അവർക്ക് വന്നു, വലമ്മാ ജാഅഹും അവർക്ക് വന്നപ്പോൾ, വലമ്മാ ജാഅഹും അവർക്ക് വന്നപ്പോൾ, കിതാബുൻ വേദഗ്രന്ഥം അവർക്ക് വന്നപ്പോൾ, മിൻ ഇൻദില്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വേദഗ്രന്ഥം അവരിലേക്ക് വന്നപ്പോൾ, അഥവാ വിശുദ്ധ ഖുർആൻ അവരിലേക്ക് വന്നപ്പോൾ,
ആ ഒരു ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? മുസദ്ദിഖുൻ, അതാകട്ടെ സത്യമാക്കുന്നതാണ്, ശരിവെക്കുന്നതാണ്, സത്യപ്പെടുത്തുന്നതാണ്. ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളതിനെ, അവരുടെ കയ്യിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നതായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു വേദഗ്രന്ഥം അവരിലേക്ക് വന്നപ്പോൾ. ഏതാണ് ആ വേദഗ്രന്ഥം? ആർക്കാ പറയാൻ പറ്റുക? ഏതാണ് ആ വേദഗ്രന്ഥം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഏതാ? ഈ കിതാബ്, ഓക്കെ, അഹ്സൻതി, മുബീന ജമാൽ, ഖുർആൻ അല്ലേ? ഖുർആനാണ്, തൗറാത്തല്ല, ഖുർആനാണ്. കാരണം വലമ്മാ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ, കിതാബുൻ, ഒരു വേദഗ്രന്ഥം അവരിലേക്ക് വന്നു, അഥവാ ഖുർആൻ വന്നു, മിൻ ഇൻദില്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. എന്താണ് ആ ഖുർആനിന്റെ പ്രത്യേകത? മുസദ്ദിഖുൻ, അത് സത്യപ്പെടുത്തുന്നതാണ്, ലിമാ മഅഹും, അവരുടെ കൈകളിലുള്ളത്. അവരുടെ കൈകളിലുള്ളത് ഏതാ? അവരുടെ കൈകളിലുള്ളത് ഏതാണ്? അതാണ് തൗറാത്ത്. ആ കൈകളിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നതായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഒരു വേദഗ്രന്ഥം അവരിലേക്ക് വന്നപ്പോൾ, വക്കാനു, കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു, വക്കാനു, അവരായിരുന്നു, മിൻ ഖബിൽ, അതിനു മുമ്പ്, യസ്തഫ്തിഹൂന, യസ്തഫ്തിഹൂന എന്ന് പറഞ്ഞാൽ ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു, വിജയിച്ചു എന്നൊരർത്ഥം കൂടിയുണ്ട്. തുറക്കുക അല്ലെങ്കിൽ വിജയിക്കുക എന്നാണ്. യസ്തഫ്തിഹൂന, അവർ വിജയത്തിന് വേണ്ടി ചോദിക്കും. ഇസ്തിഫ്താഹ്, ഒരു വിജയത്തിന് വേണ്ടി സഹായം തേടുക, ഒരു വിജയത്തിന് വേണ്ടി അവർ സഹായം തേടും. അലല്ലദീന കഫറൂ, അലല്ലദീന കഫറൂ, കാഫിറുകൾക്കെതിരെ വിജയത്തിന് വേണ്ടി അവർ സഹായം ചോദിക്കും. ഫലമ്മാ ജാഅഹും, അങ്ങനെ അവരിലേക്ക് വന്നപ്പോഴോ, മാ അറഫൂ ബിഹി, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയാണ്, മാ അറഫൂ ബിഹി, ഞങ്ങൾ എന്തില്ല, ഫലമ്മാ ജാഅഹും, അവരിലേക്ക്, എന്നിട്ട് അവർക്ക് വന്നപ്പോൾ, മാ അറഫു, അവർക്കറിയാവുന്നത് വന്നപ്പോൾ, അഥവാ അവർക്കെല്ലാം പരിചയമുള്ള ഒരു പ്രവാചകൻ തന്നെ അവരിലേക്ക് വന്നപ്പോൾ, അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന പ്രവാചകൻ തന്നെ അവരിലേക്ക് വന്നപ്പോൾ, കഫറൂ ബിഹി, അതിൽ അവർ അവിശ്വസിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ആ ഖുർആനിൽ അവർ അവിശ്വസിച്ചു, അല്ലെങ്കിൽ പ്രവാചകനിൽ അവിശ്വസിച്ചു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, തീർച്ചയായും ആ നിഷേധികൾക്കെത്രേ, അപ്പോൾ ലഅനതുല്ലാഹ്, അള്ളാഹുവിന്റെ ശാപമുണ്ട്, അലൽ കാഫിരീൻ, ആ സത്യനിഷേധികൾക്കെതിരെ. സത്യനിഷേധികൾക്കെതിരെ അള്ളാഹുവിന്റെ ശാപമുണ്ട്. ഒരു ചെറിയ വിശദീകരണങ്ങളുള്ള ഒരായത്താണ്. നേരെ ശ്രദ്ധിക്കുക, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, വലമ്മാ ജാഅഹും കിതാബുൻ, അവരിലേക്ക് ഒരു വേദഗ്രന്ഥം വന്നപ്പോൾ, അഥവാ വിശുദ്ധ ഖുർആൻ വന്നപ്പോൾ, മിൻ ഇൻദില്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വേദഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ തന്നെ, അത് അവരിലേക്ക് വന്നപ്പോൾ, ആ ഒരു ഖുർആനിന്റെ പ്രത്യേകതയാണ് എന്നിട്ട് പറയുന്നത്, മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരുടെ കൈകളിലുള്ളത് എന്താണോ, അഥവാ കൈകളിലുള്ള തൗറാത്ത്, ആ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നതായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു വേദഗ്രന്ഥം അവരിലേക്ക് വന്നപ്പോൾ, വകാനൂ മിൻ ഖബൽ, അവരാകട്ടെ അതിനു മുമ്പ്, യസ്തഫ്തിഹൂൻ, അവർ വിജയം ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ സഹായം ചോദിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, അലല്ലദീന കഫറൂ, സത്യനിഷേധികൾക്കെതിരെ അവർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾക്കൊരു പ്രവാചകനെ വേണം, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പിന്നെ ഒരു പ്രവാചകനെ പറഞ്ഞയക്കണേ എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ഫലമ്മാ ജാഅഹും, അങ്ങനെ അവരിലേക്ക് വന്നപ്പോൾ, മാ അറഫു, അവർക്കറിയാവുന്ന ഒന്ന് വന്നപ്പോൾ, കഫറൂ ബിഹി, അവരാകട്ടെ അതിനെ അവിശ്വസിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നിഷേധിക്കുകയും ചെയ്തു. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, തീർച്ചയായും കാഫിറുകൾക്ക് എത്ര അള്ളാഹുവിന്റെ ശാപമുള്ളത്. ഇവിടെ ചില ഭാഗങ്ങൾ നമ്മളൊന്ന് ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിക്കണം. അതിൽ ഒന്നാമത്തെ ഭാഗം, വലമ്മാ ജാഅഹും കിതാബുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും, ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. വലമ്മാ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ, കിതാബുൻ, വേദഗ്രന്ഥം,
ഇവിടെ കിതാബ് എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ. ഖുർആൻ അവരിലേക്ക് വന്നപ്പോൾ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൽ നിന്നുള്ളത്. മിൻ ഇൻദില്ല, അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥം. ഏതെങ്കിലും ഒരു വേദഗ്രന്ഥമല്ല വരുന്നത്, ആർക്കെങ്കിലും തോന്നിയതല്ല പറയുന്നത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ അവതരിപ്പിച്ച ആ വേദഗ്രന്ഥം വന്നപ്പോൾ മുസദ്ദിഖുൻ, മുസദ്ദിഖ്, മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നതാണ്, ലിമാ മഅഹും, അവരുടെ കൈകളിലുള്ളത്, അവരുടെ കൈകളിലുള്ളത് സത്യപ്പെടുത്തുന്നത്. അഥവാ തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ട ഖുർആൻ അവരിലേക്ക് വന്നപ്പോൾ. ഇവിടെ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ, തൗറാത്തിനെ സത്യപ്പെടുത്തുക. എന്താ ഈ തൗറാത്തിനെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പണ്ഡിതന്മാർ ഈ വാചകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ സത്യപ്പെടുത്തൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊന്ന്, തൗറാത്തിൽ ഉള്ളത് സത്യമാണ്, അതേ വാചകങ്ങൾ ഖുർആനിലും അവതരിപ്പിച്ചു. തൗറാത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് അവതരിക്കപ്പെട്ട കുറേ വാചകങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതേ കാര്യം തന്നെയാണല്ലോ ഖുർആനും. തൗറാത്തിൽ എന്താണോ ഉള്ളത് അതേ വാചകങ്ങൾ ഖുർആനിലുണ്ട്. അപ്പൊ തൗറാത്ത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ, അത് നിങ്ങൾ സത്യപ്പെടുത്തുന്നുവെങ്കിൽ, പിന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ സത്യപ്പെടുത്തിക്കൂടാ? തൗറാത്ത് നിങ്ങൾ അംഗീകരിക്കുന്നതാണെങ്കിൽ ആ തൗറാത്തിൽ എന്താണോ പറയുന്നത് അതേ കാര്യം അതിലേറെ വ്യക്തമായി കൊണ്ട് ഖുർആനിൽ പറയുമ്പോൾ, എന്നാ പിന്നെ നിങ്ങൾക്ക് ആ ഖുർആൻ സത്യപ്പെടുത്തിക്കൂടെ? അതാണ് ആ ചോദ്യം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, തൗറാത്ത് ഇറങ്ങി എന്നത് സത്യമാണ്. മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരിലേക്ക് ഇറക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കൈകളിലുള്ള സത്യത്തിനെ, അവർ സത്യപ്പെടുത്തുന്ന ഒന്നിനെ, അതാണ് ഈ ഒരു തൗറാത്തിന്റെ വിഷയത്തിൽ വരുന്നത്. അവിടെ എന്താന്ന് വെച്ചാൽ, തൗറാത്ത് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. തൗറാത്ത് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതിൽ പറഞ്ഞ വാചകങ്ങൾ സത്യമാണ്. ഈ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് വലമ്മാ ജാഅഹും മിൻ കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും. ഇനി അതിന്റെ അടുത്ത വാചകം എന്താ? വകാനൂ മിൻ ഖബ്ൽ യസ്തഫ്തിഹൂന അലല്ലദീന കഫറു. ഈ വാചകം ചെറിയ രൂപത്തിലൊന്ന് മനസ്സിലാക്കണേ. എല്ലാവരും ശ്രദ്ധിക്കണുണ്ടല്ലോ അല്ലേ? ശ്രദ്ധിക്കണില്ലേ? റെഡിയല്ലേ? ഓക്കെ, ഉറങ്ങല്ലേ, ഉറങ്ങരുത്, ശ്രദ്ധിച്ചിരിക്കാം. വക്കാനു, അവരായിരുന്നു, മിൻ ഖബിൽ, അതിനു മുമ്പ്, യസ്തഫ്തിഹൂന, യസ്തഫ്തിഹൂന, അവരെന്ത് ചെയ്തിരുന്നു? ഇസ്തിഫ്താഹ്, ഫത്തഹ എന്ന് പറയുന്നത് ശരിക്ക് തുറവിയ, തുറക്കാണ്, തുറക്കാണ്. അതേപോലെ വിജയിക്ക എന്നുള്ളൊരു അർത്ഥം കൂടി. അപ്പൊ വക്കാനു മിൻ ഖബിൽ, അവര് മുമ്പായിരുന്നു, യസ്തഫ്തിഹൂന, വിജയം അവർ ചോദിച്ചിരുന്നു, അലല്ലദീന കഫറു, സത്യനിഷേധികൾക്കെതിരെ, സത്യനിഷേധികൾക്കെതിരെ. ഈ പറയുന്നത് വേദക്കാരായ ആളുകൾ ഒരു പ്രവാചകനെ അവർ പ്രതീക്ഷിച്ചിരുന്നു, ഒരു പ്രവാചകനെ അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് മാത്രമല്ല, അവർ ആ ഒരു പ്രവാചകന് വേണ്ട സൗകര്യങ്ങൾ വരെ മദീനയിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അവരും വേദക്കാരും അഥവാ ബനൂ ഇസ്രായേലരായ അല്ലെങ്കിൽ ജൂതന്മാരായ ആളുകളും ഇതര വിഭാഗങ്ങളും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ, ഈ ജൂതന്മാരായ ആളുകൾ പരാജയപ്പെടുന്ന സമയം, അവർ തിരിഞ്ഞു പോകുന്ന സമയം, അവര് തങ്ങളുടെ ശത്രുക്കളോട് പറയുന്നൊരു വാചകമുണ്ട്. എന്താ? നിങ്ങളിപ്പോ പോയിക്കോ, ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ട്. ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ പരാജയപ്പെടുത്തും. ഞങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ അവരെന്ത് ചെയ്തിരുന്നു? തങ്ങളുടെ ശത്രുക്കളെ കാണുന്ന സമയത്തൊക്കെ അവരിങ്ങനെ ഈ ഒരു സത്യനിഷേധികൾക്കെതിരെ, നിഷേധികളായ ആളുകൾക്കെതിരെ അവരെങ്ങനെ എന്ത് ചെയ്തിരുന്നു? പറയാറുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ ഞങ്ങളൊരു പ്രവാചകനെ കാത്തിരിക്കാണ്, ആ പ്രവാചകൻ വന്നാൽ ഞങ്ങൾ വിജയിക്കും. ഈ രൂപത്തിൽ അവർ പറഞ്ഞിരുന്നു. വകാനൂ മിൻ ഖബൽ, അവരതിനു മുമ്പായിരുന്നു, യസ്തഫ്തിഹൂന,
അവർ വിജയം ചോദിച്ചിരുന്നു, വിജയം ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അലല്ലദീന കഫറു, ആർക്കെതിരെയുള്ള വിജയമാണ്? കാഫിറുകൾക്കെതിരെ, സത്യനിഷേധികൾക്കെതിരെ അവർ വിജയം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു, അവർ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ അവര് പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് ആരെയാണ്? ഒരു പ്രവാചകനെയാണ്. എന്നാൽ ആ പ്രവാചകൻ വന്നപ്പോ ഈ ജൂതന്മാർ സ്വീകരിച്ചോ? എന്താ നിങ്ങളെ ധാരണയിൽ എന്താ ഉള്ളേ? സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിച്ചോ? ഇല്ല അല്ലെ? സ്വീകരിച്ചു എന്നുണ്ട്, സ്വീകരിച്ചില്ലാന്നുണ്ട് അല്ലെ? ഓക്കെ, എന്നാ സ്വീകരിച്ചിട്ടില്ല. അവര് ഭൂരിഭാഗവും സ്വീകരിച്ചില്ല. അവരിൽ ഭൂരിഭാഗവും, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുശ്രിക്കുകളെ, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഭൂരിഭാഗം ആളുകളും ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഭൂരിഭാഗം വരുന്ന ആളുകളും ഇസ്ലാം സ്വീകരിച്ചു. മദീനക്കാരിൽ തന്നെ അറബ് ഗോത്രങ്ങളായ ഔസും ഖസ്റജും, അവരിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ ജൂതന്മാരിൽ ബനൂ ഖൈനുഖാ, ബനൂ ഖുറൈള, ബനൂ നദീർ, ഈ 3 വിഭാഗം കൂടി നമ്മൾ പരിശോധിച്ചാൽ വളരെ ചുരുക്കം, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ. ബാക്കി ആരും എന്ത് ചെയ്തിട്ടില്ല? ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഖുർആനിനെ അംഗീകരിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ശരിക്ക് ഏറ്റവും കൂടുതൽ അംഗീകരിക്കാൻ സാധ്യത ഉള്ളത് ആരായിരുന്നു? ഈ ബനൂ ഇസ്രായേലരായ അല്ലെങ്കിൽ ജൂതന്മാരായ ആളുകളാണ്. കാരണം അവർക്ക് തൗറാത്ത് ഓതി പരിചയമുണ്ട്, ഒരു പ്രവാചകൻ വരും എന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ട്. അങ്ങനെയൊക്കെ ധാരണയുള്ള, പഠനമുള്ള, അറിവുള്ള ആളുകൾ, എന്നിട്ട് പോലും അവരെന്ത് ചെയ്തില്ല? ഈ ഒരു ഖുർആനിനെ അവർ സ്വീകരിച്ചില്ല. ഖുർആൻ കൊണ്ടുവന്ന പ്രവാചകനെയും അവർ സ്വീകരിച്ചില്ല. രണ്ടും അവർ പ്രതീക്ഷിച്ചു. പ്രത്യേകിച്ച് അവരുടെ വേദത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു പ്രവാചകൻ വരുമെന്നുള്ളതും, അവർ ആ പ്രവാചകനെ കാത്തിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും അവരെന്ത് ചെയ്തില്ല? പ്രാർത്ഥിച്ച ഒരു കാര്യം അവര് ചോദിച്ച് അള്ള കൊടുത്തതാണ്. അവരെപ്പോഴും ചോദിക്കും, റബ്ബേ ഞങ്ങളിലേക്ക് വേഗം ആ ഒരു പ്രവാചകനെ പറഞ്ഞയക്കണേ എന്ന് പറഞ്ഞതാ. അങ്ങനെ അവർക്ക് പ്രവാചകനെ കിട്ടി, പക്ഷെ അവർ സ്വീകരിച്ചില്ല. എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലായിരുന്നു ആ പ്രവാചകൻ. അതാണ് ഫലമ്മാ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ. ആര്? ആ പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ മാ അറഫൂ കഫറൂ ബിഹി, മാ അറഫൂ, അവർക്കറിയാവുന്ന ആ പ്രവാചകൻ. ഒന്ന് അറഫു, അവർക്കറിയാവുന്ന പ്രവാചകൻ. ആരാണ് ഈ അവർക്കറിയാവുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, പിന്നെ എന്താണ്, ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയുന്നതാണ് പ്രവാചകനെ. എങ്ങനെ? ചെറിയ പ്രായം തൊട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ ബനു ഇസ്രായേലരായ അല്ലെങ്കിൽ ജൂതന്മാരായ ആളുകൾക്ക് എങ്ങനെയാണ് അവർക്കറിയുന്ന പ്രവാചകൻ എന്നുള്ള പറഞ്ഞ? എന്തുകൊണ്ടാ? ആർക്കാ പറയാൻ പറ്റുക? അവർക്കറിയുന്ന പ്രവാചകൻ, അവർക്ക് പ്രവാചകൻ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരനല്ലല്ലോ. ഇത് മദീനക്കാരായ ജൂതന്മാരുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങണത്. ഫലമ്മാ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ, മാ അറഫു, അവർക്കറിയാവുന്ന ഒന്ന് വന്നപ്പോൾ, അഥവാ പ്രവാചകൻ വന്നപ്പോൾ, കഫറൂ ബിഹി, ആ ജൂതന്മാരായ വേദക്കാരായ ആളുകൾ ആ പ്രവാചകനെ നിഷേധിച്ചു. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കിതാബിൽ ഉള്ളത് കൊണ്ട്, അവർക്കറിയും എന്നുള്ളത് തൗറാത്തിൽ പറഞ്ഞത് കൊണ്ട്, തൗറാത്തിൽ പ്രവാചകൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അഹ്സൻത്, ബറക്കല്ലാഹു ഫീക്ക്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയുക പ്രവാചകന്റെ വ്യക്തി ജീവിതമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നാട്ടിൽ ഏത് സമയത്ത് എങ്ങനെ എന്തെല്ലാം ചെയ്തിരുന്നു ഒന്നും അവർക്കറിയൂല. പക്ഷെ അവർക്ക് ഒരു കാര്യം അറിയാം, ഒരു പ്രവാചകൻ അവരിലേക്ക് വരാനായിട്ടുണ്ട്, ഒരു പ്രവാചകൻ അവരിലേക്ക് വരും. ആ വരുന്ന പ്രവാചകൻ മദീനയിൽ വന്ന് താമസിക്കും. ആ മദീനയിൽ വന്ന പ്രവാചകൻ അവിടുത്തെ ഭരണാധികാരിയാകും. ഇതൊക്കെ അവർക്കറിയാം. എന്നിട്ടും അവരെന്ത് ചെയ്തു?
കഫറൂ ബിഹി, ആ പ്രവാചകനെ അവര് നിഷേധിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അങ്ങനെയുള്ള ആളുകൾക്കാണ് എന്തുള്ളത്, ആ ഒരു ലഅനത്ത്, ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, അപ്പോൾ ആ നിഷേധികളായ ആളുകൾക്ക് ലഅനത്തുണ്ട്. ഇവിടെ നമ്മൾ ഈ ലഅനത്തിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഅനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഭാഗങ്ങൾ. എല്ലാവരും വായിച്ചു നോക്കിയിരുന്നു. അത് ശാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗം വായിക്കാൻ പറഞ്ഞിരുന്നു. എല്ലാവരും വായിച്ചിരുന്നോ? 1, 2, 3, 4, 5, അഞ്ചാളെ വായിച്ചിട്ടുള്ളൂ. 6, 7, 8, 9, 10, 11, 12. ഓക്കെ, അപ്പൊ എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ എല്ലാവരും വായിക്കണേ, മറക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൽ കുറേ ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പിന്നെ നമ്മൾ പറയാത്ത ഭാഗങ്ങൾ വരെ എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അവർക്ക് എന്ത് ചെയ്തിരുന്നു, ആ പിന്നെ വിശുദ്ധ ഖുർആൻ അവതരിച്ചു. ആ ഖുർആൻ ആകട്ടെ അവരുടെ കൈകളിൽ അവർ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥമാണോ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വന്നത്. അതേപോലെ തന്നെ അവരിലേക്ക് പ്രവാചകൻ വന്നപ്പോൾ അവരെന്ത് ചെയ്തില്ല, അവർക്ക് അറിയാവുന്ന ഒരു പ്രവാചകൻ വന്നിട്ട് പോലും അവരെന്ത് ചെയ്തില്ല, ആ പ്രവാചകനെ സ്വീകരിക്കുവാനോ ആ പ്രവാചകൻ പറഞ്ഞത് അനുസരിക്കുവാനോ അവർ റെഡിയായില്ല. ഇതാണ് ഈ ഒരു ആയത്തിലുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി 90ാമത്തെ ആയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. 90ാമത്തെ ആയത്ത്, ബിഅസ മശ്തറൗ ബിഹി അൻഫുസഹും, ബിഅസ മശ്തറൗ, ഇശ്തറാ, ഇശ്തറൗ, ഇശ്തറൗ ബിഹി, ബിഅസ മശ്തറൗ ബിഹി അൻഫുസഹും, بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. അവിടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഫബാ, ബാ എന്നുള്ളത് കിട്ടാനുണ്ട്. ഫബാ ഊ, ആ ഇ ഉ, പിന്നെ ബിഗളബ്, ബിഗളബ്, ഗളബാണ്, ഗളബ്, ബിഗളബിൻ അല ഗളബ്, പിന്നെ അദാബും മുഹീൻ, അദാബും മുഹീൻ. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു ആയത്തിന്റെ അർത്ഥം? ബിഇസമാ, ബിഇസമാ, എത്ര ചീത്തയാണ്, യാതൊന്ന് എത്ര ചീത്ത. ബിഇസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചീത്ത എന്ന്. ബിഇസമ, ഏതൊന്ന് എത്ര ചീത്ത, അല്ലെങ്കിൽ വളരെ ചീത്തയാണ്. ഇസ്തറൗ ബിഹി, അതിന് അവൻ വിറ്റു അല്ലെങ്കിൽ വാങ്ങി. ഇവിടെ വിറ്റു എന്നുള്ള പ്രയോഗമാണുള്ളത്. ഇസ്തറ എന്ന് പറഞ്ഞാൽ ശരിക്കും വാങ്ങി എന്നാണ്. ഇസ്തറ എന്ന് പറഞ്ഞാൽ ശരിക്കും വാങ്ങി എന്നാണ്. പക്ഷെ ഇവിടെ അർത്ഥം വിറ്റു എന്നാണ്. എന്താന്നുള്ളത് നമുക്ക് പറയാം. ഇസ്തറൗ ബിഹി, അതിനവൻ വിറ്റു അല്ലെങ്കിൽ വാങ്ങി. അംഫുസഹും, അവരുടെ സ്വന്തങ്ങളെ, സ്വന്തത്തെ തന്നെ അവർ വാങ്ങി.
അയ്യക്ഫുറൂ, അതായത് അവർ അവിശ്വസിക്കുന്നത്. അയ്യക്ഫുറൂ, അതായത് അവർ അവിശ്വസിക്കുന്നത്. ബിമാ അൻസലല്ലാഹു, അവതരിപ്പിച്ചതിൽ. ബിമാ അൻസലല്ലാഹു, അവതരിപ്പിച്ചതിൽ. ബഗയൻ, അക്രമമായിട്ട്. ബഗയൻ എന്ന് പറഞ്ഞാൽ അക്രമമായിട്ട്. അക്രമം എന്ന് പറയാം, അല്ലെങ്കിൽ അസൂയ, ഈ പ്രയോഗങ്ങളൊക്കെ ബഗയൻ എന്നുള്ളത് പറയും, അല്ലെങ്കിൽ ഈർഷ്യത, ഇങ്ങനെയൊക്കെ പറയും. അയ്യുനസ്സിലല്ലാഹു മിൻ ഫളിഹി, അയ്യുനസ്സില, ഇറക്കുന്നതിനാൽ. അയ്യുനസ്സില, ഇറക്കുന്നതിനാൽ. അല്ലാഹു, അല്ലാഹു. മിൻ ഫളിഹി, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്. അലാ മയ്യശാ, ചിലരുടെ മേൽ അവൻ ഉദ്ദേശിക്കുന്നു. അലാ, മേൽ. മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അത് അവൻ നൽകുന്നു. മിൻ ഇബാദിഹി, അവന്റെ അടിയാന്മാരിൽ നിന്ന്. അവന്റെ അടിയാന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറക്കുന്നു. എന്നിട്ട് പറയണം ഫബാഉ ബിഗളബിൻ അലാ ഗളബ്. ഫബാഉ, അങ്ങനെ അവൻ മടങ്ങി. ഫബാഉ, അവൻ മടങ്ങി, അവൻ നേടി. ബിഗളബിൻ അലാ ഗളബ്, ബിഗളബിൻ, കോപം കൊണ്ട് അവൻ നേടി, അല്ലെങ്കിൽ കോപത്താൽ അവൻ മടങ്ങി. അലാ ഗളബ്, കോപത്തിനുമേൽ. കോപത്തിനുമേൽ കോപവുമായി കൊണ്ടാണ് അവൻ നടക്കുന്നത്. വലിൽ കാഫിരീന, എന്നാൽ സത്യനിഷേധികളായ ആളുകൾ, അല്ലെങ്കിൽ അവർക്കുണ്ട് താനും. അദാബും മുഹീൻ, അദാബ്, ശിക്ഷ. മുഹീന്, നിന്ദ്യകരമായ. മുഹീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ദ്യകരമായ, അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ശിക്ഷകൾ അവന് നൽകപ്പെടുകയും ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് 90-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്? അള്ളാഹു തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരുടെ മേൽ തൻ്റെ അനുഗ്രഹം ഇറക്കി കൊടുക്കുന്നതിലുള്ള ഈർഷ്യ നിമിത്തം അള്ളാഹു അവതരിപ്പിച്ച സന്ദേശത്തെ അവിശ്വസിക്കുക വഴി താങ്കളുടെ ആത്മാക്കളെ വിറ്റുകൊണ്ടവർ വാങ്ങിയ വില എത്ര ചീത്ത. അങ്ങനെ അവർ കോപത്തിനുമേൽ കോപത്തിന് പാത്രമായി തീർന്നു. സത്യനിഷേധികൾക്ക് എത്ര നിന്ദ്യമായ ശിക്ഷയുള്ളത്. ഈ ഒരു വാചകം നേരെ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തൻ്റെ ദാസന്മാർക്ക്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു അനുഗ്രഹം ഇറക്കി കൊടുക്കുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് കിട്ടണം എന്നുള്ളത് നബി തീരുമാനിച്ചതാണോ? നബി തീരുമാനിച്ചതാണോ എനിക്ക് വഹ്യ് ഉണ്ടാവണം എന്നുള്ളത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാവണം എന്നത് മുഹമ്മദ് നബിയുടെ തീരുമാനമാണോ? അല്ല. അത് മുഹമ്മദ് നബിയുടെ തീരുമാനമല്ല. ഞാൻ പറയണക്ക് മനസ്സിലാവണില്ലേ? ക്ലിയർ അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാവണം എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിച്ചിരുന്നു അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പ്രവാചകനാകും എന്നത്. പക്ഷേ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല വന്നത്. അവർ ഏതൊരു വിഭാഗത്തിനെതിരാണോ വാഗ്വാദങ്ങൾ നടത്തിയത്, ഏതൊരു വിഭാഗത്തോടാണോ അവർ യുദ്ധം ചെയ്തത്, അപ്പോഴെന്താണോ അവർ പറഞ്ഞിരുന്നത്, ഞങ്ങളിലേക്കൊരു പ്രവാചകൻ വന്നാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തുമെന്നാണല്ലോ. എന്നാൽ വന്ന പ്രവാചകനാകട്ടെ അവരുടെ കൂട്ടത്തിൽ നിന്നല്ല, അതായത് ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്നല്ല, മറിച്ച് അറബികളുടെ കൂട്ടത്തിൽ നിന്നാണ് വന്നത്. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? എന്നാൽ ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയും. അങ്ങനെ സ്വീകരിക്കാത്ത ആളുകൾ അവരുടെ ഹൃദയം, അല്ലെങ്കിൽ അവരുടെ ആത്മാക്കളെ വിറ്റുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ഈ ഒരു രൂപത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ് ഫബാഉ ബിഗളബിൻ അലാ ഗളബ്. അങ്ങനെ അവരെന്ത് ചെയ്യണം? കോപത്തിനുമേൽ കോപവുമായിട്ടാണ് തീർന്നിട്ടുള്ളത്. വൽ കാഫിരീന അദാബും മുഹീൻ, സത്യനിഷേധികൾക്ക് എത്ര നിന്ദ്യമായ ശിക്ഷയുണ്ട്. അപ്പൊ ഈ ആയത്തിലൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഇസ എന്നുള്ള പ്രയോഗം. ബിഇസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചീത്ത, എത്ര ചീത്ത. ആരാണ് ചീത്ത? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആരെ കുറിച്ചാ? ഇസ്തറൗ ബിഹി അൻഫുസഹും, തൻ്റെ ആത്മാവിനെ വിറ്റ ആളുകൾ
എത്ര വലിയ ചീത്തയാണ് ചെയ്തിട്ടുള്ളത്, എത്ര വലിയ മോശമാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്താണ് അവർ ആത്മാവിനെ വിറ്റ് കളഞ്ഞു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നതെന്നറിയോ? ഐ യക്ഫ്രു ബിമാ അൻസൽ അല്ലാഹു ബഗിയ ഐ യുനസ്സിൽ അല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാഉ മിൻ ഇബാദി. അള്ളാഹു അവന്റെ അടിമകളിൽപ്പെട്ട ചില ആളുകൾക്ക് നൽകുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് കൊടുക്കും, വേറെ ചില ആളുകൾക്ക് സൗന്ദര്യം കൊടുക്കും, വേറെ ചില ആളുകൾക്ക് പ്രവാചകത്വം കൊടുക്കും. അല്ലേ? ഈ പ്രവാചകത്വം കിട്ടുന്നതൊന്നും എന്തല്ല, അവരവരുടെ ഇഷ്ടപ്രകാരം ഞാനും പ്രവാചകനാണ്, പടച്ചോനെ ഇനിയും പ്രവാചകനാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിച്ചതല്ല, മറിച്ച് അള്ളാന്റെ തീരുമാനമാണ്. അങ്ങനെ ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിക്കും. അങ്ങനെ ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില പ്രവാചകത്വവുമായി കൊണ്ട് ഏൽപ്പിക്കും. എന്നാൽ ആ ഒരു പ്രവാചകത്വത്തിന്റെ വിഷയത്തിൽ ഈർഷ്യതയുള്ള ആളുകൾ ഉണ്ടാകും, അസൂയ ഉള്ള ആളുകൾ. അങ്ങനെ ഒരിക്കലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച ആളുകൾ, അങ്ങനെയുള്ളവരുടെ കാര്യത്തിലാണ് അള്ളാഹു പറയുന്നത് ഫബാഉ ബിഗളബിൻ അല ഗളബ്. അങ്ങനെ അവർ മടങ്ങി. ഫബാഉ അവർ മടങ്ങി, അവർക്ക് നേടാൻ പറ്റി. ബിഗളബിൻ കോപം കൊണ്ട്, അല ഗളബ് കോപത്തിനുമേൽ. അപ്പൊ കോപത്തിനുമേൽ കോപവുമായി കൊണ്ട് എന്ത് ചെയ്തു? അവര് മടങ്ങുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹ് പറയണം വലിൽ കാഫിരീന അദാബും മുഹീൻ, തീർച്ചയായും സത്യനിഷേധികൾക്ക് അപമാനകരമായ നിന്ദകരമായ ശിക്ഷ പരലോകത്തുണ്ട്. ഇവിടെ പറഞ്ഞ പ്രയോഗത്തിൽ ഒന്നാണ് ബിഇസ എന്നുള്ളത്. എത്ര ചീത്ത എന്നതാണ് ബിഇസ എന്ന വാക്കിന്റെ അർത്ഥമെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് നിഅമ എന്ന് പറയുന്നത്. നിഅമ എന്ന് പറഞ്ഞാൽ എത്ര നല്ലത്, എത്ര നല്ലതാണ്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, പിന്നെ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു സ്വപ്നം കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹം ഒരു സ്വപ്നം കണ്ട അബ്ദുല്ലാഹിബിൻ ഉമർ, അദ്ദേഹം കണ്ട സ്വപ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ചുകൊണ്ട് പലരും, നബി ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ ചോദിക്കും, സുബഹിസ്കാരം കഴിഞ്ഞാൽ നബി ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ ചോദിക്കും. അപ്പൊ കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അവർക്ക് അവർ കണ്ട സ്വപ്നങ്ങൾ പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ രൂപത്തിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ ഈ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, എൻ്റെ മനസ്സിൽ തോന്നി, ഞാനൊരു സ്വപ്നം കണ്ടിട്ട് അതിങ്ങനെ നബിനോട് പറയുന്ന രൂപം അത് എനിക്കും തോന്നി, ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലോ എന്ന്. അങ്ങനെ ഒരു ദിവസം അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു പിന്നെ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. അദ്ദേഹം കണ്ട സ്വപ്നം എന്താ വെച്ചാൽ അത് ജനങ്ങളോട് പറയാൻ പറ്റാത്തതായിരുന്നു. ജനങ്ങളോട് പറയാൻ പറ്റാത്തത്. അദ്ദേഹത്തിന് 2 മലക്കുകൾ വന്നിട്ട് പിടിച്ചോണ്ട് പോവുക. അപ്പോൾ ആ മലക്കുകളുടെ കയ്യിലൊക്കെ ഇരുമ്പിന്റെ ദണ്ടുണ്ട്. അവർ കൊണ്ടുപോകുന്നതാകട്ടെ വലിയ ഒരു തീക്കുണ്ടാരത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് പിന്നെ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമക്ക് ദേഷ്യമല്ല, അദ്ദേഹത്തിന് ബേജാറായി. സ്വപ്നത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ബേജാറായി. അങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആ 2 മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോണ്ട് വേറൊരു മലക്ക് വരുന്നു. എന്നിട്ട് ആ മലക്ക് പറഞ്ഞൊരു വാചകമുണ്ട്, നിഅമർ റജുലു അബ്ദുല്ലാഹ്, അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, അദ്ദേഹം രാത്രി നമസ്കരിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ. ഈ ഒരു വാചകം അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്. അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പ്രവാചകന്റെ വീട് ലക്ഷ്യമാക്കി ചെന്നു. തൻ്റെ സഹോദരിയായ ഹഫ്സ ബീവിന്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അപ്പോൾ പുറത്തുണ്ടായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്നു. കുറേ സമയം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നു. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇത് തൻ്റെ സഹോദരിയായ ഹഫ്സ ബീവിനോട് പറയണം. ഹഫ്സ ബീവിനോട് പറയുന്ന സമയത്ത് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് പോയി. ആൾക്കാരുടെ ഇടയിൽ പറയാനൊന്നും അദ്ദേഹം റെഡി ആയില്ല. അദ്ദേഹം പെങ്ങളോട് മാത്രം പറഞ്ഞു, ഇതിൻ്റെ ആശയം ഒന്ന് ചോദിക്കണം എന്ന് നബിനോടൊന്ന് ചോദിക്കണം എന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ബഹദിയായ ഹഫ്സ ബീവി എന്ത് ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ അബ്ദുള്ള വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ മറുപടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയോ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിഅമർ റജുൽ അബ്ദുള്ള എന്ത് നല്ല മനുഷ്യനാണ്, അദ്ദേഹം രാത്രി നമസ്കരിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ. എന്താണോ മലക്കുകൾ പറഞ്ഞത് അതേ വാചകം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു. അഥവാ അദ്ദേഹം രാത്രി ഇശാ നമസ്കരിക്കാത്ത ആളാണ് എന്നല്ല, ഇശാ നമസ്കാരവും അതിനുശേഷമുള്ള സുന്നത്തുകളൊക്കെ ഉണ്ട്.
പക്ഷെ അതിനപ്പുറത്തേക്ക് കുറെ ചെയ്യുക, രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം കാണിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നെ രാത്രി കുറച്ച് മാത്രം ഉറങ്ങുകയും കൂടുതൽ ആരാധനാകർമ്മങ്ങളിലൂടെയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ഇവിടെ ഇസ്തറ എന്നുള്ളതിന് വാങ്ങി എന്നും വിറ്റു എന്നും അർത്ഥമുണ്ട്. ഇവിടെ പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട്, ബിഗളബിൻ ഫബാഉ ബിഗളബിൻ അല ഗളബ്, കോപത്തിനുമേൽ കോപം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? കോപത്തിനുമേൽ കോപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, തങ്ങൾക്ക് ലഭിച്ചത് തങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ അത് സ്വീകരിക്കാതെ, അങ്ങനത്തെ ആളുകൾക്ക് അവർക്ക് ഇത്രയും കോപം, അതായത് ഒരു നിഷേധിച്ചു എന്നുള്ളത് കൊണ്ടല്ല അള്ളാന്റെ കോപം, കോപത്തിനുമേൽ കോപം. സാധാരണ കോപം, അള്ളാന്റെ ഒരു കോപം തന്നെ ഒരാൾക്ക് താങ്ങാൻ കഴിയാത്തതാണ്. എന്നാൽ കോപത്തിനുമേൽ കോപം അവർക്കുണ്ടായി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആ വന്ന പ്രവാചകനും ഖുർആനൊന്നും ഞങ്ങൾക്ക് അനുകൂലമല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഞങ്ങൾക്ക് കുറേ ഞങ്ങളുടേതായ നിലപാടുകളുണ്ട്, അതുപോലെ ഒന്നല്ലപ്പാ വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട. രണ്ടാമത്തത്, അഥവാ അവര് വേദഗ്രന്ഥത്തിനെ തന്നെ നിഷേധിച്ചു. രണ്ടാമത്തത്, അവരുദ്ദേശിച്ച ആളല്ല വന്നത്. അവർ ഏതൊരു കൂട്ടത്തിൽപ്പെട്ട ആളെയാണോ ഉദ്ദേശിച്ചത്, ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല അവരിലേക്ക് പ്രവാചകനായിട്ട് വന്നത്, മറിച്ച് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വീകരിച്ചില്ല. അതൊന്ന് ഖുർആൻ തന്നെ സ്വീകരിച്ചില്ല, രണ്ട് പ്രവാചകനും അവരെന്ത് ചെയ്തില്ല, പ്രവാചകനെയും അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ വേദഗ്രന്ഥമടക്കം ഇല്ലാതാക്കുവാനും പ്രവാചകന്മാരെ കൊലപ്പെടുത്താനും കളവാക്കാനും ഒക്കെ പരിശ്രമിച്ചവരായിരുന്നു ഈ ജൂതന്മാരായ ആളുകൾ, ബനു ഇസ്രായേലരായ ആളുകൾ. അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം, ഈ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും ഭാഗമാണ് 89-90 ആയത്തുകളിലൂടെ ഉള്ളത്. ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. ഈ പറഞ്ഞ 2 ആയത്തുകൾ കൃത്യമായി നമ്മൾ പഠിക്കുക. ഞാൻ ഓതി തൊണ്ട വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഈ 2 ആയത്തുകൾ എല്ലാവരും മനഃപ്പാടമാക്കുക, നമ്മുടെ ടീച്ചേഴ്സിന് ഓതി കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.